പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന ഒരാത്മാവിൽ കൃപയുടെ വിസ്മയങ്ങൾ ആരംഭിക്കുകയായി. പരിശുദ്ധ അമ്മയിലൂടെ കൃപകൾ സ്വീകരിക്കാൻ ആവേ മരിയ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മലബാറിനെ ആക്രമിക്കാൻ ടിപ്പു സുൽത്താൻ ഭാരതപ്പുഴയുടെ തീരത്ത് താവളമടിച്ചിരിക്കുകയാണ്. ഇതറിഞ്ഞ മലബാറിലെ ക്രിസ്ത്യാനികൾ പാരമ്പര്യമായി തങ്ങൾക്ക് ലഭിച്ച വിശ്വാസം ജപമാല കൈകളിലേന്തി നെഞ്ചോട് ചേർത്ത് വച്ച് ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ഒരിക്കലും മഴ പെയ്യാൻ സാധ്യതയില്ലാത്ത കാലാവസ്ഥ പരിസ്ഥിതിയിൽ മഴ തിമിർത്തു പെയ്തു. ഭാരതപ്പുഴ നിറഞ്ഞൊഴുകി. താവളമടിച്ചിരുന്ന ടിപ്പു സുൽത്താൻ്റെ സൈന്യത്തിന് തിരികെ പോകുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലായിരുന്നു. അത്ഭുതകരമായി മലബാറിലെ ക്രിസ്ത്യാനികൾ ജപമാലയുടെ ശക്തി കൊണ്ട് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. മറുകര കടക്കാൻ നിവർത്തിയില്ലാത്ത ടിപ്പുവും സൈന്യവും തിരികെ പോയി. അഭൗമികമായ ശക്തിയുള്ള സ്വർഗത്തിൻ്റെ ആയുധമാണ് ജപമാല. കൈകളിലേന്തുന്ന എല്ലാ വിശ്വാസികളെയും അമ്മ യേശുവിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ജപമാല കൈകളിലേന്തി നമുക്കും പ്രാർത്ഥിക്കാം. ഈ ഗാനത്തിൻ്റെ വരികളിലൂടെ കടന്നുപോയി സ്വർഗീയ അനുഭവത്തിലേക്ക് നമുക്കും പ്രവേശിക്കാം. ജീവിതത്തിൻ്റെ എല്ലാ നൊമ്പരപ്പാടുകളും ദൈവസമക്ഷം സമർപ്പിച്ച് ദൈവത്തിന് അഭിമുഖമായി നിന്ന് ജീവിക്കാൻ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ നൊമ്പരപ്പാടുകളിലും സ്നേഹത്തിൻ്റെ തൈലം പുരട്ടി അമ്മേ എന്നെ സുഖപ്പെടുത്തണമേ. ജപമാല നെഞ്ചോട് ചേർത്തുമെല്ലേ
വചനത്തിന് ബലിയായി നൽകിയ പരിശുദ്ധ കന്യകാമറിയമേ, നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനം എൻ്റെ ജീവിതത്തിലും പൂർത്തിയാകാൻ അമ്മ എൻ്റെ കരം പിടിച്ച് എന്നെ നയിക്കണമേ. മകനേ, ഭൂവിന്നു ബലിദാനമായി മനസ്സോടി നൽകിയോരമ്മയല്ലേ. മകനേ, ഭൂവിന്നു ബലിദാനമായി മനസ്സോടി നൽകിയോരമ്മയല്ലേ. മണ്ണിന്നു പുണ്യമായി തീരും മക്കൾ ജനിക്കാൻ പ്രാർത്ഥിക്കണേ. മണ്ണിന്നു പുണ്യമായി തീരും മക്കൾ മണ്ണിൽ ജനിക്കാൻ പ്രാർത്ഥിക്കണേ. ജപമാല നെഞ്ചോടു ചേർത്തുമല്ലേ തിരുനാമമന്ത്രങ്ങളുരുവിട്ടു ഞാൻ. മരിയാമ്പികേ, തവ നെഞ്ചിലെൻ കഥനങ്ങളെല്ലാം ചേർത്തു വയ്പ്പൂ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ആവേ മരിയ, ആവേ മരിയ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഭയുടെ ചരിത്രത്തിൽ വിശുദ്ധര് പരിശുദ്ധ അമ്മയോട് പുലർത്തിയിരുന്ന ആ ഒരു ബന്ധം, അമ്മയുടെ മടിത്തട്ടിൽ അഭയം തേടി അവർ സ്വീകരിച്ച പരിശീലനങ്ങൾ വളരെയേറെ കൗതുകകരമാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ, നമ്മളുടെ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ഒരു മാതൃകയായി നമുക്ക് എടുത്തു കാണിക്കാൻ സാധിക്കുന്നത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായെയാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ സഭയെ നയിച്ചിട്ടുള്ള പരിശുദ്ധ പിതാക്കന്മാരെല്ലാം പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായ ബന്ധം പുലർത്തിയിരുന്നവരാണ്. എന്നാൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അമ്മ താലോലിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഓടയിൽ നിന്നും കോരിയെടുത്ത് വളർത്തി സഭയുടെ തലവനാക്കി വിശുദ്ധനാക്കി പോഷിപ്പിച്ചെടുത്ത ഒരു പുണ്യജീവിതത്തിൻ്റെ ഉടമയാണ് എന്ന് പറയാം. പരിശുദ്ധ അമ്മയോട് പുലർത്തിയിരുന്ന ബന്ധം സവിശേഷമായ ബന്ധമാണ്. പരിശുദ്ധ അമ്മ ചൊല്ലിയ ജപമാലയെപ്പറ്റി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയിട്ടുണ്ട്. അത് എപ്പോഴാണ് പരിശുദ്ധ അമ്മ ഈ ജപമാല രഹസ്യങ്ങൾ ധ്യാനിച്ചത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. യേശുവിൻ്റെ പീഡാനുഭവവും മരണവും പൂർത്തിയാക്കിയ ആ രാത്രിയിൽ അമ്മയുടെ മാനസികാവസ്ഥ നമുക്കറിയാം. ആ രാത്രിയിൽ പരിശുദ്ധ അമ്മ മാലാഖ ഇറങ്ങി വന്ന മുഹൂർത്തം മുതൽ ഇന്ന് തൻ്റെ പുത്രനെ കബറടക്കിയ ഈ സന്ദർഭം വരെയുമുള്ള എല്ലാ സംഭവങ്ങളിലൂടെയും ധ്യാനാത്മകമായി കടന്നുപോയി. പരിശുദ്ധ അമ്മയുടെ
ജപമാല ഏതായിരുന്നു? ജപമാല രഹസ്യങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത് പോലെ മറ്റാർക്കും ഗ്രഹിക്കാൻ സാധിക്കില്ല. നമുക്ക് ഇന്ന് ധ്യാനിക്കാൻ സാധിക്കുന്ന എത്രമാത്രം പരിമിതമാണ്. എന്നാൽ ഈ 33.5 വർഷത്തെ എല്ലാ സംഭവങ്ങളും പരിശുദ്ധ അമ്മ തൻ്റെ മനസ്സിലൂടെ ധ്യാനാത്മകമായി കടത്തിവിട്ടു. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള സമ്പൂർണമായൊരു ധ്യാനം. അപ്പോൾ ഈ രഹസ്യങ്ങൾ ഓരോ വിശ്വാസിയും ഓരോ ദൈവ പൈതലും ഉൾക്കൊള്ളണം. അതിന് പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പഠിച്ചാലേ സാധിക്കുള്ളൂ, ധ്യാനിച്ചാലേ സാധിക്കുള്ളൂ. തലമുറകളിൽ കൊച്ചു കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും പറഞ്ഞു തരുന്ന കുടുംബ പാരമ്പര്യത്തെ സംബന്ധിച്ചുള്ള കഥകൾ പലപ്പോഴും പരിമിതമാണെന്ന് നമുക്കറിയാം. എന്നാൽ താൻ പ്രസവിച്ചു വളർത്തിക്കൊണ്ടുവന്ന ഒരു മകനെപ്പറ്റിയുള്ള അറിവ് പരിശുദ്ധ അമ്മയ്ക്ക് എത്രമാത്രം ആഴമുള്ളതാണ്. അതും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ടാണ്, ആ കവിഞ്ഞൊഴികളുടെ അനുഭവത്തിലാണ് ഈ വർഷങ്ങൾ പിന്നിട്ടത് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ചു. അപ്പോൾ അവിടെ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് യേശു സംഭവങ്ങളെ ധ്യാനിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹകരമായ ഒന്നാണ്, സമ്പന്നമായ ഒന്നാണ്. നമ്മുടെ ജീവിതത്തിലെ മുറിവുകളെ ഉണക്കുന്നതിന് പര്യാപ്തമായി തീരും. നമ്മുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. കുർബാനയുടെ രഹസ്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. വിശ്വാസത്തിൻ്റെ പാഠശാലയായി ഈ ജപമാല രഹസ്യങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അമ്മയോട് ചേർന്നിരുന്ന് യേശുവിൻ്റെ ജീവിതത്തെ ധ്യാനിക്കുക. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ കൺമുമ്പിലേക്ക് കടന്നു വരുന്നത് യേശുവിൻ്റെ തിരുമുഖമാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ജപമാല പ്രാർത്ഥന യേശുക്രിസ്തുവിൻ്റെ തിരുമുഖ ധ്യാനമാണ്. അവിടുത്തെ തിരുമുഖം വിശുദ്ധ കുർബാനയിൽ വിശ്വാസത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. വിവിധ കൂദാശകളിലൂടെ അവിടുത്തെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഈ തിരുമുഖം പൂർണ്ണമായും നമുക്ക് പറഞ്ഞു തരാൻ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് ധ്യാനിക്കുമ്പോഴാണ് നമുക്ക് സാധിക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ മുഹൂർത്തം മുതൽ ആ ബാലനായ യേശു കാണിച്ചിട്ടുള്ള വികൃതികൾ വരെയെല്ലാം എത്രയെത്ര സംഭവങ്ങളാവും പരിശുദ്ധ അമ്മയുടെ മനസ്സിലുള്ളത്. പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായ ബന്ധം പുലർത്തിയിട്ടുള്ള പുണ്യാത്മാക്കൾക്ക് ഈ ബൈബിൾ രഹസ്യങ്ങൾ പരിശുദ്ധ അമ്മ വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടുള്ളത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാം. സ്വാഭാവികമാണത്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിനെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കണം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, പരിശുദ്ധ അമ്മ യേശുക്രിസ്തുവിനെ പഠിക്കുന്നതിനുള്ള പാഠശാലയാണ്. അതിനുള്ള മാർഗമായി ജപമാല പ്രാർത്ഥന നാം സ്വീകരിക്കണം. അത് തീർച്ചയായും ഒരു ആയുധമാണ്. പോരാട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന വലിയ ഒരായുധമാണ്, ആയുധപുരയാണ് എന്ന് നമുക്ക് പറയാം. ക്രിസ്തു രഹസ്യങ്ങൾ അവിടെ കോർത്തിണക്കിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വ്യത്യസ്തമായ മുഖങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. പരസ്യ ജീവിതത്തിൻ്റെ ഓരോ സംഭവങ്ങളും, പീഡാനുഭവത്തിൻ്റെ സംഭവങ്ങളും, ഉദ്ധിതനായ യേശുവിൻ്റെ മഹത്വവും നമുക്ക് അമ്മയോട് ചേർന്നിരുന്ന്
ധ്യാനിക്കാൻ സാധിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മീയമായ ശക്തി നാം പാഴാക്കി കളയരുത്. ജപമാലയിൽ നാം പിടിക്കുമ്പോൾ അമ്മയുടെ കരത്തിലാണ് നാം പിടിക്കുന്നത്. ജപമാല കരങ്ങളിലെടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളോട് ചേർന്നിരുന്ന് ആ രഹസ്യങ്ങൾ നമുക്ക് വ്യാഖ്യാനിച്ചു തരും. ഏകാഗ്രതയോടെ പരിശുദ്ധമായൊരു കർമ്മമായി, ധ്യാനാത്മകമായി ഈ പ്രാർത്ഥനയെ നാം സമീപിക്കണം, നാം സ്വീകരിക്കണം. നമ്മുടെ പൂർവികരെ അവരുടെ വിശ്വാസ ജീവിതത്തെ ആഴപ്പെടുത്തിയെടുത്തത് ഈ മാർഗത്തിലൂടെയാണ് എന്നുള്ളത് ഈ തിരക്കിനിടയിൽ നാം മറന്നുപോകരുത് എന്ന്. ഒരു ജപമാല തന്നെ, ആശീർവദിക്കപ്പെട്ട ജപമാല, അത് വലിയൊരായുധമാണ്. അതിൽ ക്രൂശിത രൂപമുണ്ട്, ആശീർവദിക്കപ്പെട്ട ക്രൂശിത രൂപമുണ്ട്. അത് കരങ്ങളിലെടുക്കുമ്പോൾ ഒരു ആശീർവാദമാണ്. തിന്മയുടെ ശക്തികളെ ഓടിക്കാൻ സഹായകമാകും. അവിടെ പരിശുദ്ധ ത്രിത്വത്തെ ഒന്നിപ്പിക്കുന്ന, ത്രിത്വത്തെ നാം പ്രത്യേകമായി അനുസ്മരിക്കുന്ന 3 മണികളുണ്ട്. പരിശുദ്ധ ത്രിത്വത്തെ ആരാധിക്കുന്നതിനുള്ള ഒരവസരമായി അത് മാറുന്നു. പരിശുദ്ധ ത്രിത്വത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ട്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് ഉരുവിട്ടുകൊണ്ട് ത്രിത്വത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും നമുക്ക് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ദിവ്യരഹസ്യങ്ങൾ ഓരോന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളാണ്. അവയെല്ലാം രഹസ്യങ്ങളാണ്. നമുക്ക് രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയാലേ അത് രഹസ്യങ്ങളുടെ പൂർണ്ണത ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരാൻ ആ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെട്ട് കിട്ടണം. അതിന് പിതൃപുത്ര പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടിക്കൊണ്ട് അമ്മയോട് ചേർന്ന് നടത്തുന്ന ആ ഒരു യാത്ര നമുക്ക് സഹായകമാകുന്നു. അതിലൂടെ കുർബാനയുടെ രഹസ്യങ്ങൾ, വിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെട്ട് കിട്ടും. വിവിധ കൂദാശകളുടെ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നു. യേശു സംഭവങ്ങൾ നമുക്ക് പുതിയൊരു അഭിഷേകം പകർന്നുകൊണ്ട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നു. അമ്മ ചേർന്നിരിക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു അഭിഷേകം എലിശുബായുടെ ഭവനത്തിലുണ്ടായതുപോലെയുള്ള അഭിഷേകം പ്രാപിക്കാൻ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും കൂട്ടായ്മകൾക്കും സാധിക്കുന്നു. പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ ലഭിക്കാനിടയായിത്തീരുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, അത് വചനത്തിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും സമ്പൂർണമായ പ്രാർത്ഥനയാണ്. അത് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗമാണ്, വചനമാണ്. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും നമുക്കറിയാം, അത് വചനമാണ്. വചനത്തിൻ്റെ ശക്തി തിരിച്ചറിയുന്ന ഓരോ വ്യക്തിക്കും ജപമാലയുടെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. ക്രിസ്തു രഹസ്യങ്ങൾ ധ്യാനിക്കുന്നതോടൊപ്പം വചനമാകുന്ന വെളിച്ചം സ്വീകരിക്കാനും, വചനമാകുന്ന ഭക്ഷണം സ്വീകരിക്കാനും, വചനമാകുന്ന ആയുധം ഉപയോഗിക്കാനും നമുക്ക് സാധിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന പരിശുദ്ധ അമ്മയെപ്പറ്റിയുള്ള ഒരു സ്തുതിപ്പാണ് എന്ന് പലപ്പോഴും നാം തെറ്റിദ്ധരിക്കാറുണ്ട്. തെറ്റായ പഠനങ്ങൾ പലപ്പോഴും നടത്താറുണ്ട്. പ്രിയപ്പെട്ടവരെ, മാലാഖെ അറിയിച്ച ദൈവവചനം, എലിശുബ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഉരുവിട്ട വചനം, ആ വചനത്തിൻ്റെ ആ ഒരു ആവർത്തനമാണ് വിശുദ്ധ ജപമാലയിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന്
മക്കൾ നടത്തുന്ന, സ്വർഗത്തിൻ്റെ മുമ്പിൽ നടത്തുന്ന ഒരു നിലവിളിയാണ് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ. നമ്മുടെ ഏറ്റവും വലിയ ഭയം എന്താണ്? മരണഭയമാണ്. അത് നമ്മെ വല്ലാതെ വേട്ടയാടുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ മരണസമയത്തും അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവണം, അമ്മയുടെ സംരക്ഷണം ലഭിക്കണം. ജീവിതത്തിൻ്റെ അന്ത്യത്തിലുള്ള മരണം മാത്രമല്ല, പാപത്തിലൂടെ ആത്മാവിൽ മരണം സംഭവിക്കുന്ന മുഹൂർത്തങ്ങളിലും എൻ്റെ അമ്മ, സ്വർഗത്തിൻ്റെ അമ്മ എനിക്ക് സംരക്ഷണം നൽകണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് പ്രത്യേകമായി നൽകിയ സ്വർഗത്തോട് ബന്ധിപ്പിക്കുന്ന ഈ വലിയ ആയുധം അഭിഷേകത്തോടെ ഉപയോഗിക്കാൻ, അതിലൂടെ അനുഗ്രഹീതരായിത്തീരാൻ, ഞങ്ങളുടെ കർമ്മവേദികളിൽ ഞങ്ങൾ വിജയികളായിത്തീരാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് മുന്നേറാൻ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ആവശ്യമാകുന്ന സ്വർഗീയ കൃപകൾ വാങ്ങിത്തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മറിയമേ, ഞാൻ മുഴുവൻ നിന്റേതാണ്. ദക്ഷിണ ഫ്രാൻസിൽ മരിയ ഭക്തനായ ഒരു വൈദികൻ ജീവിച്ചിരുന്നു, ലൂയി എഡ്വേർഡ്. പരിശുദ്ധ അമ്മ ഒരിക്കൽ വന്യ വൈദികനോട് പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് മനുഷ്യരെ സഹായിക്കാൻ മാലാഖമാരെ അയക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ പ്രത്യുത്തരിച്ചു. ഉത്തരമായി ലൂയി പറഞ്ഞു, ഞാൻ പറയാതെ അമ്മയ്ക്കതങ്ങ് ചെയ്തുകൂടെ? അമ്മ കൂട്ടിച്ചേർത്തു, മനുഷ്യർ പ്രാർത്ഥിക്കുന്നതാണെന്ന് ദൈവത്തിൻ്റെ ഹിതമാണ്, ചെയ്തേ പറ്റൂ. പരിശുദ്ധമ്മ വീണ്ടും കൂട്ടിച്ചേർക്കുകയാണ്, എത്രമാത്രം തീക്ഷ്ണതയോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നുവോ അത്രയും സൈന്യവ്യൂഹവുമായി ഞാൻ മനുഷ്യരെ സഹായിക്കാൻ ഭൂമിയിലെത്തും. തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കും. മാലാഖമാരുടെ റാണിയായ പരിശുദ്ധ അമ്മയോട് സ്വർഗീയ സൈന്യവുമായി പോരാടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈ ഗാനത്തിലൂടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സ്വർഗത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കാൻ അമ്മേ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ഒരുക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ
പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, എന്നെ മുഴുവൻ ഈശോയുടേതാക്കി മാറ്റണമേ. ചേർന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, എന്നെ മുഴുവൻ ഈശോയുടേതാക്കി മാറ്റണമേ.